നമ്മൾ ഹംഗ്രി ജാക്സിൽ പോകും. എവിടെ? ഹംഗ്രി ജാക്സ്. ഹംഗ്രി ജാക്സ്. നമ്മൾ ഇതുവരെ ഹംഗ്രി ജാക്സ് കഴിച്ചിട്ടില്ലെന്നോ? അതാ also in the same burger type same but the name കഴിച്ചല്ല. നമ്മുടെ ന്യൂസിലാൻഡിന്റെ പേര് ബർഗർ കിങ് ആണ്. ആണോ? ബർഗർ കിങ്. പിന്നെ ഇത് ഹംഗ്രി ജാക്സ് ആണ്. അപ്പൊ ന്യൂസിലാൻഡിലുള്ളതാണ് ബർഗർ കിങ്. പക്ഷേ ഓസ്ട്രേലിയയുടെ മെയിൻ സംഭവമാണ് ഹംഗ്രി ജാക്സ്. ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? ആണോ? ബാ. ഹംഗ്രി ജാക്സ് എന്ന് പറഞ്ഞാൽ, ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്, ജാക്സ് എന്ന് പറഞ്ഞാൽ പേര്. അപ്പൊ വിശപ്പുള്ള ജാക്സ് എന്നായിരിക്കും അല്ലേ? ആണോ? എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താ സെലക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഫുഡിന്റെ ടേസ്റ്റും പറഞ്ഞു. അപ്പം നമ്മുടെ ഓർഡർ എന്തൊക്കെയാണെന്ന് അറിയുന്നതാ. ഇത് അമ്മയ്ക്ക് വെജിറ്റബിൾ മൂപ്പർ ചീസ് ബർഗർ ആണോ? അതിലുണ്ടല്ലോ നമ്മൾ പറഞ്ഞത് ലാർജ് ഗ്രിൽ മാസ്റ്റേഴ്സ് ബാർബിക്യൂ സോസ് എന്തൊക്കെയോ സംഭവവും പിന്നെ എന്തൊക്കെയോ ഒരു ഡ്രിങ്കും എല്ലാം കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ജെ 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 എന്താ? ആ നദാന്റെ പേര് പറയാറുന്നു അല്ലേ? മൊത്തത്തിൽ നല്ല സ്പേഷ്യസ് ആണല്ലേ? ഇത് പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലോ. ആണോ? പ്ലേ ഗ്രൗണ്ട് ഓടിയത്. പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ആ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാ കാല് കണ്ടു. ദേവന്നെ ഒരുത്ത. ഓ മൈ ഗാഡ്. എനിക്ക് ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കാവും. ഞാൻ തടീനാടാ, ഞാൻ സ്റ്റക്കാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഹംഗ്രി ജാക്സിൻ്റെ റിവ്യൂ ഈസ് ഹംഗ്രി ജാക്സ് നല്ല സ്പേഷ്യസ് ആണ്, നല്ല ക്ലീനാണ്. ക്ലീൻ. മക്ഡൊണാൾഡ്സിൽ പോയാൽ ഈ ക്ലീനിങ് നമുക്ക് കിട്ടില്ല. മക്ഡൊണാൾഡ്സിൽ ഒരുപാട് പ്ലേയിങ് ഏരിയ ഉണ്ട്. അമ്മേ എന്തായാലും ഫുഡ് വരട്ടെ, നമുക്ക് നോക്കാം. പേര് വിളിച്ചാൽ കേൾക്കാൻ പറ്റുമോ? അപ്പൊ ജെ ജെ എന്നാ കൊടുത്തേക്കണേ. ജിതിൻ ജോസഫ്. ജെ ജെ. ജെ ജെ. നമ്മുടെ ഓർഡർ പ്രിപ്പയറിംഗിലാണ്. നദാന്റെ എന്താ പറയാ? നദാൻ ജിതിൻ എബ്രാം. NJA വരും. NJ. ഞാൻ കഴിച്ചു നോക്കട്ടെ. എൻ്റെ ഏതോ ഒരു ബാർബിക്യൂ സാധനമാണ്. നല്ല ഹെൽത്തി ആട്ടോ. കണ്ടോ? എല്ലാം ഉണ്ട്. ഹെൽത്തി മീൻസ് സാധനങ്ങൾ കുറേണ്ടെന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ സാധനം ഹെൽത്തി ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സ്മോക്ക് ഹൗസ് എന്നതിൻ്റെ പേര്. കറക്റ്റ് നല്ല സ്മോക്കി ഫ്ലേവർ ബാർബിക്യൂൻ്റെ. ചീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ ബാർബിക്യൂ എനിക്കിഷ്ടമായി. അതാണ് ഇഷ്ടമായോ? ഫസ്റ്റ് അടിക്കോ? ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുക. നമ്മളപ്പോൾ ഒരു മീറ്റ് പറഞ്ഞു, ഒരു ചീസ് കറികൾ പറഞ്ഞു, പിന്നെ കുഞ്ഞിൻ്റെ വെജ് എങ്ങനെയുണ്ട് കുഞ്ഞ? നല്ലതാണ്. മക്ഡൊണാൾഡ്സിനേക്കാളും നല്ലതല്ലേ? അല്ലേ? നമ്മൾ ന്യൂസിലാൻഡിൽ വേറൊരു സാധനം കഴിക്കാറില്ലേ? നമ്മളൊക്കെ കഴിക്കാറുള്ളത് വെൻഡീസ്. എനിക്ക് വെൻഡീസിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വെൻഡീസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ബ്രാൻഡ് ഉണ്ട് ബർഗേഴ്സിൻ്റെ. അത് നല്ല ടേസ്റ്റാണ്. എന്തായാലും ഹംഗ്രി ജാക്സിന് ഞാൻ ഔട്ട് ഓഫ് 10 ഒരു 8. എനിക്ക് ചീസ് കിട്ടിയില്ല. ചീസിൻ്റെ ടേസ്റ്റ് കുറവായതുകൊണ്ട്. അപ്പോൾ ചീസ് ബർഗറാണ്. അപ്പോൾ ചീസ് ഉണ്ടാവും. കേട്ടാ ചീസ് ഉണ്ട്. ചീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചീസ് ഉണ്ടോ? വയ്ക്കാൻ മറന്നായിരിക്കും. ചിലപ്പോൾ അതിലുണ്ടാവില്ലായിരിക്കും. ചോദിക്കുന്നു. കഴിച്ചു. നമ്മളിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. എന്തായാലും ആദ്യമായിട്ട് കൊക്കക്കോളയുടെ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക് കഴിക്കാൻ പോകട്ടോ. ഈ അടുത്ത് വേറെന്തോ ഫ്ലേവേർഡ് ഞാൻ കഴിച്ചില്ലേ? മാംഗോ. അതാ കഴിച്ചില്ലേ? മാംഗോ ഫ്ലേവേർഡ് കൊക്കക്കോള. നാട്ടിലും വന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? കൊക്കക്കോളയുടെ മാംഗോ ഫ്ലേവേർഡ് നല്ലതായിരുന്നു. ഇത് വാനില. വാനില ഐസ്ക്രീം കുറെ കഴിച്ചോണ്ടാന്ന് തോന്നുന്നു. ഐസ്ക്രീമിന്റെ ടേസ്റ്റ്
പറ ന്യൂസിലാൻഡ് നമ്മൾ പ്ലാനിൽ കഴിച്ചിട്ടുണ്ട്. ഏത് കൊക്കക്കോള വളരെ ഇത് തള്ളതറിയവൻ ഈ പ്രായത്തിൽ ഈ തള്ളു കൊക്കക്കോള ഞാൻ തരാറില്ല, ടേസ്റ്റിംഗ് മാത്രം. എന്താണ് മാംഗോ ഫ്ലേവർ പോലെ തന്നെ. മാംഗോ ഫ്ലേവർ അല്ല, ഇത് വാനില ഫ്ലേവർ ആണത്. പോലെ തന്നെ ആ ഓക്കെ. ആ ഫ്ലേവർ വരുമ്പോൾ കൊക്കക്കോള ടേസ്റ്റ് മാറും. കൊക്കക്കോളയുടെ ജെനുവിൻ ടേസ്റ്റ് അല്ല, തണുത്തിട്ട് കൊക്കക്കോള എന്ന് പറയാൻ പറ്റുള്ളല്ലോ. ഈ പറഞ്ഞ കൊക്കക്കോള ആ കറക്റ്റ്. അവൻ്റെ ഓക്കെ കോൾഡിന്റെ സ്പെല്ലിംഗ് എന്തിട്ടാ? കൊക്കക്കോളയുടെ സ്പെല്ലിംഗ് എന്തിട്ടാ? കോള. ആ കൊക്ക കോക്ക്. ശരി ആയിക്കോട്ടെ, മെച്ചുണ്ട് മെച്ചുണ്ട്. നമ്മുടെ ഹംഗ്രി ജാക്സിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ഹംഗ്രി ജാക്സ് കഴിച്ച് നോക്കി, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഔട്ട് ഓഫ് 10 നമുക്ക് 8 കൊടുക്കാം. പിന്നെ ചീസിൻ്റെ കാര്യം ഇടയ്ക്ക് സൂചിപ്പിച്ചത് ഞാൻ കൗണ്ടറിൽ പോയി ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ ചീസ് ഇട്ട് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി തരാമെന്ന്. മറ്റേ എന്താണ് ഒന്നും കൂടി കലക്കി തരട്ടെ മോനെ എന്ന് ചോദിച്ച പോലെ ആയിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും കൂടി നോക്കിയപ്പോൾ അതിനകത്ത് യെല്ലോ ഒരു സംഭവം കാണുന്നുണ്ട് തിന്നായിട്ട്. അത് ചിലപ്പോൾ ചീസായിരിക്കാം. എനിവേ ചീസ് ഒത്തിരി ഇല്ലാത്തതാണ് എനിക്കിഷ്ടം. ഇനി ചീസ് മിസ്സായിരുന്നെങ്കിൽ തന്നെ അവരുടെ കസ്റ്റമർ സർവീസ് വളരെ നല്ലതാണ്. നമ്മൾ പോയി ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു അത് തന്നോളൂ, ഞാൻ അടുത്തുണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല അപ്രിഷ്യേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇനി വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.